ഈ ഒരു വീഡിയോയിൽ നമ്മൾ C208 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. ന്യൂമറിക്കൽസ് യൂഷ്വലി അതായിരിക്കും നമ്മൾ കൂടുതൽ നോക്കുന്നത്. മൊഡ്യൂൾ 1 ബേസ്ഡ്. ഓക്കെ, ഫൈൻ. അപ്പം ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഒരു 40 to 45 മാർക്സ് യൂഷ്വലി തിയറിയും ബാക്കി ന്യൂമറിക്കൽസിലാണ് വരുന്നത്. സോ തിയറി ക്വസ്റ്റ്യൻസിനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈ മൊഡ്യൂൾ 1 ബേസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് 6-7 ന്യൂമറിക്കൽസിന് മുമ്പായിട്ടൊരു തിയറിയുടെ ഒരു ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ചെയ്യാം. മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്: വാട്ട് ആർ ദ മേജർ soil deposits of India? Classify the soil based on transporting agency. Define void ratio, porosity, water content and degree of saturation. Draw the two-phase and three-phase diagram. Define sensitivity and thixotropy. And last one, define specific gravity of soil solids and mass specific gravity. ഈ ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കുന്നത്. ഇതിനകത്ത് ഏതിലൊക്കെ ആയിരിക്കും. അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ 3 and 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫേസ് ഡയഗ്രാം, 2-phase and 3-phase ഡയഗ്രാം വരച്ചിട്ട് അത് വെച്ച് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനായ വോയിഡ് റേഷ്യോ, പോറോസിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറയും. പിന്നെ യൂഷ്വലി മേജർ സോയിൽ ഡിപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ ചോദിക്കാറുണ്ട്. പിന്നെ 5th ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സെൻസിറ്റിവിറ്റി ആൻഡ് തിക്സോട്രോപ്പി ഡെഫിനിഷൻ. ഇത്രയൊക്കെയാണ് തിയറി ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 ബേസ്ഡ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നേരിട്ട് ന്യൂമറിക്കൽസിലേക്ക് പോകാം. ഫ്യൂ ന്യൂമറിക്കൽസ് ഫ്രം KTU പ്രീവിയസ് question papers. First question: void ratio of a soil decreases from 1.15 to 0.85 upon densification. What is the corresponding percentage decrease in volume? അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റയിൽ വോയിഡ് റേഷ്യോ 1.15 നിന്നും 0.85 കുറയുന്നു എന്ന് പറയുന്നുണ്ട് വോയിഡ് റേഷ്യോ. അപ്പം കറസ്പോണ്ടിങ് വരുന്ന വോളിയം ഡിക്രീസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇതിന് നേരിട്ടൊരു ഇക്വേഷൻ ഇല്ല. പകരം ഗിവൺ ഡേറ്റ വെച്ച് നമുക്ക് വേണ്ടിയ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് കാണിച്ചു തരാം. വി ഹാവ് ടോട്ടൽ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്തോ VA + VW + VS. ഈ എഴുതിയിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ 3-phase ഡയഗ്രാം ഓഫ് സോയിലാണ്. ഓക്കെ, അപ്പോൾ VA എന്ന് വെച്ചാൽ വോളിയം ഓഫ് എയർ, VW വോളിയം ഓഫ് വാട്ടർ ആൻഡ് VS വോളിയം ഓഫ് സോയിൽ സോളിഡ്സ്. ഓക്കെ, അപ്പം ഈ എയറും വാട്ടറിൻ്റെ വോളിയം കമ്പൈൻ ചെയ്യുമ്പോൾ അതാണ് വോളിയം ഓഫ് വോയിഡ് വരുന്നത്, VV. സോ V = VV + VS എഴുതാം. ഇനിയിപ്പം ഞാൻ അതിനകത്തുനിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ VS കോമൺ എടുത്തു കഴിഞ്ഞാൽ VV/VS +1 എഴുതാം. ഈ പറഞ്ഞ VV/VS ആണ് നമ്മുടെ വോയിഡ് റേഷ്യോ E എന്നൊരു ടേം വരുന്നത്. സോ വോളിയം = VS × E +1 നമുക്ക് എഴുതാം. അപ്പം നമുക്ക് E1 ഉം E2 ഉള്ളതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ V1 and V2 എഴുതുകയാണ്. സോ ക്യാപിറ്റൽ V1 = VS × E1 +1 ആൻഡ് ക്യാപിറ്റൽ V2 VS × E2 +1. അപ്പം ഇത്രയും ശ്രദ്ധിക്കുക. സോയിൽ ഡെൻസിഫിക്കേഷൻ സംഭവിച്ചു, അപ്പം വോയിഡ് റേഷ്യോ മാറി. പക്ഷേ എന്തായാലും ഓർക്കുക, വോളിയം ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് മാറുന്നില്ല. ഓക്കെ, സോയിൽ പാർട്ടിക്കിൾസിൻ്റെ വോളിയം മാറുന്നില്ല. അതിരിക്കുന്ന സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതാണ് മാറുന്നത് വോയിഡ് റേഷ്യോ മാറുമ്പോഴത്തേന്. സോ VS എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, വോളിയം ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. അപ്പം പേഴ്സൻറ്റേജ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? V1 - V2/V1 നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇപ്പുറത്ത് E1 +1 × -E2 +1/E1 +1 ഒരു റേഷ്യോ എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് E1 E2 ഉണ്ട്. കറസ്പോണ്ടിങ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ വോളിയം = 0.1395. അല്ലെങ്കിൽ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 13.95% ആണ് നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്ന പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ വോളിയം. സോ ഇത്രയും ആലോചിക്കുക. ഈ ഒരു ന്യൂ ഫോർമുല ഒന്നുമല്ല, ഇതുള്ള ഫോർമുല തന്നെ നമുക്ക് വേണ്ടിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ബേസ്ഡ് ഓൺ ഗിവൺ ഡേറ്റ. ഓക്കെ, ഇത് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇക്വേഷനാണ്. ഓക്കെ, V = VS E +1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ സോയിൽ സാമ്പിൾ ഈസ് കോമ്പാക്റ്റഡ് ടു എ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഓഫ് 18 kg/m³ at 10% water content. Find the void ratio and degree of saturation. Also find the weight of water to be added to a 100 m³ of this soil for complete saturation. Assume G 2.75. അപ്പോൾ കുറച്ച് ഡേറ്റാസൊക്കെ നമ്മുടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കേസ് 1 ഉം കേസ് 2 നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിനകത്ത്
ന്യൂമറിക്കൽ സോൾവിങ്ങിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഗിവൺ ഡേറ്റ വൃത്തിക്കെടുത്ത് എഴുതുക. ഗിവൺ ഡേറ്റ എന്തുവാ? യൂണിറ്റ് വെയിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഈസ് ഗിവൺ. സോ ഗാമ ബി 18 kN/m³ ആൻഡ് വാട്ടർ കണ്ടൻറ്റ് ഈസ് 10%. വാട്ടർ കണ്ടൻറ്റ് 10% എഴുതി. ആൻഡ് ജി 2.75 അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നും നമ്മൾ എഴുതി. നമുക്ക് ചോദിച്ചേക്കുന്ന പാരാമീറ്റേഴ്സ് ആദ്യം ഫൈൻഡ് ദ വോയിഡ് റേഷ്യോ ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓഫ് സോയിൽ. ഓക്കെ, വോയിഡ് റേഷ്യോ ഇയും ഡിഗ്രി സാച്ചുറേഷൻ എസും ഇത് രണ്ടും നമുക്ക് വേണ്ടി. സോ ഈ നമുക്കറിയാവുന്ന രീതിയിലുള്ള ഇക്വേഷൻസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ആ സ്റ്റെപ്പ് ചിലപ്പം ഡയറക്റ്റ് കിട്ടാം, ചിലപ്പം ഇൻഡയറക്റ്റ് കിട്ടാം. നമുക്ക് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്. സോ ഞാനൊരു സെറ്റ് ഫോർമുലാസ് പറയാം, ആ രീതിയിൽ പോയാൽ നമുക്ക് ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് കിട്ടും. നമുക്ക് ഗാമ ബൾക്കുള്ള സ്ഥിതിക്ക് നമുക്ക് ഗാമ ഡ്രൈ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്, കാരണം ഗാമ ബൾക്കും ഉണ്ട്, വാട്ടർ കണ്ടൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗാമ ഡ്രൈ ഈക്വൽ ടു ഗാമ ബൾക്ക്, അതായത് യൂണിറ്റ് വെയിറ്റ് ബൈ 1 + വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പെർസെൻറ്റേജ് ഇടല് ബൈ 100 ചെയ്ത വാല്യൂ ആണ് ഇടാൻ വേണ്ടി. അപ്പം 18/1 + 10/100, അപ്പോൾ 0.1. അപ്പോൾ നമുക്ക് ഗാമ ഡ്രൈ കിട്ടി എത്രയാണ്? 16.36, 16.36. നമുക്ക് വീണ്ടും അറിയാം ഗാമ ഡ്രൈ ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 + സി. ഇങ്ങനെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് തിരിച്ചും മറിച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഫൈനലി നമുക്ക് ബാക്കി എല്ലാ ടേംസും നമ്മുടെ ഉണ്ട്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തരത്തില്ല, 9.81 ആയിട്ട് നമുക്ക് എടുക്കണം kN/m³ ആണെങ്കിൽ. ഇനി യൂണിറ്റ് എല്ലാം g/cm³ ആണെങ്കിൽ ഗാമ ഡബ്ല്യു ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈനലി സോൾവ് ചെയ്യാൻ നമുക്ക് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വോയിഡ് റേഷ്യോ ഇ ഈക്വൽ ടു 0.648. ഇ ഈക്വൽ ടു 0.648, അത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അറിയുന്ന വേറെ ഫോമുലയാണ് ഇ എസ് ഈക്വൽ ഡബ്ല്യു ജി, വേറൊരു ഇനീഷ്യൽ ബേസിക് ഫോമുലാണ്. ബാക്കി നമുക്കിപ്പോൾ ഇ കിട്ടി, എസ് അറിയത്തില്ല, വാട്ടർ കണ്ടൻറ്റ് അറിയാം, ജി അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 2.75. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് ഈക്വൽ ടു 42.4%. അപ്പോൾ നമുക്ക് ഇയും കിട്ടി, എസ്സും കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ഇക്വേഷൻസൊക്കെ ബേസിക് ഇക്വേഷൻസ് ആണ്. ഇത് നമുക്ക് മിനിമം വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ കണക്കിനകത്ത് ചെയ്യുന്ന ഇക്വേഷൻസ് മാത്രമെങ്കിലും ഒന്ന് പ്രത്യേകം പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കേസ് 2ലേക്ക് പോവാണ്. കേസ് 2ലേക്ക് പോകുമ്പോഴത്തേനും ആദ്യം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഓൾസോ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ് ടു 100 m³ ഓഫ് ദിസ് സോയിൽ ഫോർ കംപ്ലീറ്റ് സാച്ചുറേഷൻ. കംപ്ലീറ്റ് സാച്ചുറേഷൻ ആകുമ്പോഴത്തേനും ഇത്ര ശ്രദ്ധിക്കുക, എസ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും അവിടെ. കംപ്ലീറ്റ് സാച്ചുറേഷൻ S1, ഡ്രൈ ആണ് എസ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സാച്ചുറേഷൻ ആകുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു 1 കണ്ടീഷനാണ് നമ്മൾക്ക് പോകേണ്ടത്. പിന്നെ അവിടുത്തെ വോളിയം പറഞ്ഞിരിക്കുന്നത് 100 m³ ഓഫ് സോയിലാണ്. അപ്പോൾ അത് എന്തുമാത്രം വെയിറ്റ് ഓഫ് വാട്ടർ ആഡ് ചെയ്താലാണ് ഈ പറഞ്ഞ 100 m³ ഓഫ് വോളിയമുള്ള സോയിൽ കംപ്ലീറ്റ് സാച്ചുറേഷൻ അറ്റൈൻ ചെയ്യുന്നത്, അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഫൈൻ, അപ്പം കംപ്ലീറ്റ് സാച്ചുറേഷൻ ആകുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു 1 ഞാൻ പറഞ്ഞു, ആൻഡ് വോളിയം ഇസ് ഈക്വൽ ടു 100 m³. നമുക്കറിയാം നമ്മളോട് ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ്. വെയിറ്റ് ഓഫ് വാട്ടർ വരുന്ന കുറേ ഇക്വേഷൻസ് ഒന്നുമില്ല, വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷനകത്ത് മാത്രമാണ് വെയിറ്റ് ഓഫ് വാട്ടർ വരുന്നത്. W is equal to WW/WS, where WW is the weight of water and WS is the weight of soil solids. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ എഴുതാം, വാട്ടർ കണ്ടൻറ്റ് ഇൻറ്റു WS എന്ന് എഴുതാം. വെയിറ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു W/WS. നമുക്കറിയാം ഗാമ ഡ്രൈ ഇസ് ഈക്വൽ ടു WS/V ആണ്. ഇതും ഒരു ബേസിക് ഫോർമുല ഫോർ യൂണിറ്റ് വെയിറ്റ് ആണ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റിന് ഇക്വേഷൻ ആണ്. അവിടുത്തെ നമുക്ക് WS എങ്ങനെ കിട്ടാം? ഗാമ ഡി ഇൻറ്റു വി. ഗാമ ഡി നമുക്ക് നേരത്തെ കിട്ടിയാണ് 16.36, അത് എഴുതി ഇൻറ്റു വോളിയം ഈസ് ഇൻ ദിസ് ഇക്വേഷൻ ഗിവൺ 100. സോ നമുക്ക് 1636 kN നമുക്ക് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് കിട്ടി, WS. നമുക്കിനി വേണ്ടിയ വാട്ടർ കണ്ടൻറ്റ് ആണ്. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ഇക്വേഷൻ ഉണ്ട്, ES ഈക്വൽ WG. പ്രത്യേകം ഈ പഴയ ഇതിനെടുക്കാം, എസ് ഈ കേസിൽ എന്തായി? കംപ്ലീറ്റ് സാച്ചുറേഷൻ ഉണ്ട്, എസ് ഈക്വൽ ടു 1 ആയി. സോ S1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി നമുക്ക് ജി അറിയാം, നമുക്ക് വാട്ടർ കണ്ടൻറ്റ് 23.5% കിട്ടും. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് മുമ്പത്തെ ഇക്വേഷനിൽ നിന്നും WS നമുക്ക് WS കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ടർ കണ്ടൻറ്റ് ഇക്വേഷനിൽ ഇടുമ്പോഴത്തേനും പെർസെൻറ്റേജ് ഇടല് 0.235 ഇൻറ്റു ഇവിടെ കിട്ടിയ 1636 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ആൻസർ ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ആസ് 385.5 kN. ഇതാണ് വെയിറ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ് ആസ് പെർ ക്വസ്റ്റ്യൻ ഫോർ കംപ്ലീറ്റ് സാച്ചുറേഷൻ ഓഫ് ഈ പറഞ്ഞ 100 m³ ഓഫ് ദിസ് സോയിൽ. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, ദ വെറ്റ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ക്ലേ സാമ്പിൾ ഇസ് 18.8 at 20% വാട്ടർ കണ്ടൻറ്റ്.
വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ഇപ്പം ഗിവൺ ഡേറ്റ വെറ്റ് യൂണിറ്റ് വെയിറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറ്റ് ഒരു കണ്ടീഷനാണ്, ഡ്രൈ വേറൊരു കണ്ടീഷനാണ്, സാച്ചുറേഷൻ വേറൊരു കണ്ടീഷനാണ്. അപ്പം സാച്ചുറേഷൻ ആകുമ്പോൾ S=1 ആണ്, ഡ്രൈ ആകുമ്പോൾ S=0 ആണ്. ഇതിനിടയ്ക്കുള്ള വാല്യൂസ് 0.1, 0.2, 0.3 അത് S= ഡിഫറെൻറ്റ് വാല്യൂസ് വരാം. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ S=0% ഡ്രൈ കണ്ടീഷൻ, S=100% സാച്ചുറേഷൻ കണ്ടീഷൻ, S=1%, 2%, 3%, 99%, 99.9% അങ്ങനെ വരുന്ന എല്ലായിടത്തും നമ്മൾ പറയുന്നത് എപ്പോഴും ഇൻ ടേംസ് ഓഫ് ബൾക്കാണ്. ബൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെറുതെ പറഞ്ഞിരിക്കുന്നത് വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്നാണ്. വെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയത്തില്ല എത്രയെന്ന് പറഞ്ഞിട്ടില്ല. ഡ്രൈയും അല്ല സാച്ചുറേഷൻ, അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആണ് ഇത് വെറ്റ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ വെറ്റ്നോ ഡിഫോൾട്ടായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഗാമ ബൾക്ക് =18.8 എഴുതി. വാട്ടർ കണ്ടൻറ്റ് ഈസ് ഗിവൺ ആസ് 20%. ഗാമ ബൾക്ക് 18.8ഉം വാട്ടർ കണ്ടൻറ്റ് 20%. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒരു അസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അസ്യൂം G = 2.65 അസ്യൂം ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഗിവൺ ഡേറ്റ വെച്ച് നമുക്ക് പോകേണ്ടത്, നമ്മളോട് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അതായത് S ആവും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഗാമ ബൾക്ക് G ഗാമ W 1+W/1+C. ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് E. ഈ ഇക്വേഷൻ എടുത്ത കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് G അസ്യൂം ചെയ്തു, ഗാമ ബൾക്കുണ്ട്, പിന്നെ വാട്ടർ കണ്ടൻറ്റും ഉണ്ട്. ഇത്രയുള്ള സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും മാക്സിമം ഡേറ്റാസ് ഉൾക്കൊള്ളിച്ചുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ടത്. അപ്പം E = 0.659 എന്ന് കിട്ടി. പിന്നെ നമ്മുടെ ജനറൽ ഇക്വേഷൻ E =WG, S = WG/E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ആൻസർ ആസ് S = 80.4%. അപ്പം ഇതാണ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ ആൻസർ. S = 80.4%.